മാരനെ വധിച്ച മഹാദേവൻ കുടികൊള്ളുന്ന ഇടം മാരാരിക്കുളം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് മാരാരിക്കുളം മഹാദേവ ക്ഷേത്രം. മാരനെ അഥവാ കാമദേവനെ വധിച്ച ശേഷം അത്യുഗ്രഭാവത്തിലിരിക്കുന്ന പരമേശ്വരനും ദേവിയെ പതിയായി കിട്ടാൻ തപസ്സിരിക്കുന്ന പാർവതി ദേവിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ശിവനും പാർവതിയും പരസ്പരം അഭിമുഖമായി സ്വയംഭൂരൂപത്തിൽ കുടികൊള്ളുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് മാരാരിക്കുളം മഹാദേവ ക്ഷേത്രം. ശിവൻ കിഴക്കോട്ടും പാർവതീദേവി പടിഞ്ഞാറ് ദിശയിലേക്കും ദർശനമായാണ് ഇവിടെ കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ 2 കൊടിമരങ്ങളും ക്ഷേത്രത്തിലുണ്ട്. മാരാരിക്കുളം എന്ന പ്രദേശം തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം. മാരനെ വധിച്ച ശിവൻ അത്യുഗ്രഭാവത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇപ്രകാരമാണ്. തഴപ്പായ നിർമ്മിക്കാൻ ആവശ്യമായ കൈതോലകൾ ശേഖരിക്കാൻ ഒരു സ്ത്രീ പണ്ടൊരിക്കൽ ഇവിടെയുള്ള കുളക്കടവിലെത്തി. കൈതയോല മുറിക്കാനായി അരിവാളിന്റെ മൂർച്ച കൂട്ടാൻ അടുത്ത് കിടന്ന ഒരു കല്ലിൽ ആ സ്ത്രീ അരിവാൾ ഉരച്ചപ്പോൾ അതിൽ നിന്ന് രക്തം പ്രവഹിച്ചു അത്രേ. ആ കല്ല് ഒരു ശിവലിംഗമായിരുന്നുവെന്നും കരുതപ്പെടുന്നു. പിൽക്കാലത്ത് ആ കുളക്കരയിൽ മാരാരി അഥവാ ശിവലിംഗം പ്രതിഷ്ഠിക്കപ്പെടുകയും ആ പ്രദേശം പിന്നീട് മാരാരിക്കുളം എന്ന് അറിയപ്പെടുകയുമായിരുന്നു. ഈ ക്ഷേത്രവും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യം ശിവപുരാണത്തിൽ പ്രത്യേകമായി വിവരിച്ചിട്ടുണ്ട്. മഹാദേവൻ തപസ് ചെയ്യുന്നതും ആ മഹാദേവനിൽ പാർവതി ദേവിയിൽ ഉണ്ടാകുന്ന സുബ്രഹ്മണ്യൻ താരകാസുരനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ഉടലെടുക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള ദേവതകളുടെ പ്രാർത്ഥനയനുസരിച്ച് കാമദേവനെ ഭഗവാന്റെ തപസ് മുടക്കുന്നതിന് വേണ്ടി നിയോഗിക്കുകയും അങ്ങനെ തപസ് മുടക്കുന്നതിനെത്തിയ കാമദേവന്റെ കാമബാണങ്ങളാൽ ഭഗവാൻ നിദ്രയിൽ നിന്ന് ഉണരുകയും ധ്യാനത്തിൽ നിന്നുണർന്ന ഭഗവാൻ കാര്യം അറിയുകയും കാമദേവനെ ഭസ്മമാക്കുകയും ചെയ്തു. ഈ സമയത്ത് ശ്രീ പാർവതീദേവി ഭഗവാനായി പൂജ ചെയ്യുന്ന ഭാവത്തിൽ ആണിരിക്കുന്നത്. അങ്ങനെ പൂജ ചെയ്യുന്ന ഭാവത്തിൽ സ്വയംഭുവായിട്ട് കുടികൊള്ളുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ചരിത്ര പ്രാധാന്യം, ഐതിഹ്യ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത്. പിന്നീട് അദ്ദേഹം തന്നെ കാമദേവന് പുനർജന്മം നൽകുന്നുണ്ടെങ്കിലും മാരാരിക്കുളം ക്ഷേത്രത്തിന്റെ ഐതിഹ്യമനുസരിച്ച് കാമദേവനെ വധിച്ചതിനു ശേഷമുള്ള മഹാദേവനെയാണ് ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. മഹാദേവനടുത്തായി തന്നെ പാർവതി ദേവിയെയും ദർശിക്കാം. സ്വയംഭൂവായി ഉത്ഭവിച്ച 2 വിഗ്രഹങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത്. കുംഭമാസത്തിലെ കറുത്ത അഷ്ടമിക്ക് കൊടിയേറി ശിവരാത്രി നാളിൽ പള്ളിവേട്ട കഴിച്ച് അമാവാസി നാളിൽ ആറാട്ട് നടത്തി സമാപിക്കുന്ന കൊടിയേറ്റുത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷം. സമുദ്രത്തിൽ ആറാട്ട് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് മാരാരിക്കുളം മഹാദേവ ക്ഷേത്രം.